പിന്നീട് തുടർച്ചയായിട്ടുള്ള ചുമ, പനി, കഫക്കെട്ട്, അലർജി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഇത്തരം കുട്ടികളിലാണ്. അലർജി ഉള്ള ആളുകളടുത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ കൂടുതലായിട്ടുള്ള പൊടി, ചളി, ഇതിന്റെയൊക്കെ എക്സ്പോഷർ പരമാവധി ഒഴിവാക്കണം എന്നുള്ളത്. പക്ഷെ ഇതേ കാര്യങ്ങള് നമ്മളൊക്കെ വീട്ടിലുള്ള ഒരു അലർജി ഇല്ലാത്ത ചെറിയ മക്കളെടുത്ത് പാരന്റ്സ് പലപ്പോഴും പറയുന്നത് ഇപ്പോ ചളി ആവരുത്, പൊടി ആവരുത്, അവരെങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വൃത്തിയിൽ കൊണ്ടുനടക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഇത് ഈ ചെറിയ മക്കളെടുത്ത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. കാരണം ഇത്തരം കുട്ടികൾക്ക് പിന്നീട് തുടർച്ചയായിട്ടുള്ള ചുമ, പനി, കഫക്കെട്ട്, അലർജി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഇത്തരം കുട്ടികളിലാണ്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഈ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ് ഏകദേശം 4 മുതൽ 6 വയസ്സ് വരെയുള്ള സമയം ഇവരുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഈ സമയത്ത് ഇവർക്ക് കിട്ടുന്ന എക്സ്പോഷർ, അത് പൊടിയാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ടീരിയ, അപ്പൊ ഇതിനൊക്കെ ഇമ്മ്യൂണിറ്റി ഇന്ന ബാക്ടീരിയ പ്രശ്നമുള്ളതാണ് അല്ലെങ്കിൽ ഈ പൊടി പ്രശ്നം ഇല്ലാത്തതാണ് എന്നൊക്കെ മനസ്സിലാക്കി ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന സമയമാണ്. അപ്പോൾ ഈ എക്സ്പോഷറുകളൊക്കെ നമ്മൾ കുട്ടിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ട്രെയിനിങ് ഒന്നും ഈ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി കിട്ടുന്നില്ല. അപ്പൊ പിന്നീട് കുട്ടി പുറത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സമയത്ത്, സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു മാസമായിട്ട് ഈ ഒരു എക്സ്പോഷർ കിട്ടുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പലപ്പോഴും അറിയില്ല. അപ്പൊ ചിലപ്പോൾ ചെറിയൊരു പൊടി വരുമ്പോഴേക്കും ഓവർ റിയാക്ട് ചെയ്യും, നമ്മളതിൽ അലർജി എന്ന് പറയും. അല്ലെങ്കിൽ ഒരു പക്ഷേ ചെറിയ ബാക്ടീരിയ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനെങ്ങനെ കൗണ്ടർ ചെയ്യണം എന്നുള്ളൊരു മെക്കാനിസം ട്രെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനെയൊക്കെ പിന്നെ തുടർച്ചയായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മളെ മക്കളെ അവരെ ചെറുപ്രായത്തിൽ തന്നെ പരമാവധി നമുക്ക് പറ്റുന്ന പോലെ ഒരു എക്സ്പോഷർ നമ്മൾ അവർക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പൊ വലിയ സീസണൽ പ്രശ്നമൊന്നുമില്ലാത്ത സമയത്ത്, ക്ലൈമറ്റ് പ്രശ്നമില്ലാത്ത സമയത്ത് രാവിലെ വൈകുന്നേരമൊക്കെ അവരെ എടുത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. അവര് ജനിച്ചു വീണ പ്രകൃതിയിലും അവിടുത്തെ മണ്ണിനോട്, അവിടുത്തെ കാറ്റിനോടും അവിടുത്തെ വെള്ളത്തോടൊക്കെ ഇണങ്ങിയിട്ട് അവർ വളരട്ടെ.